ഹലോ, ഇന്ന് നമ്മുടെ 6ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. ഇന്ന് പറയാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ബാക്ക് സ്റ്റിച്ച്. അപ്പം നമുക്കത് എൻട്രി ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അതിനായിട്ട് നീഡിലെ ത്രെഡൊക്കെ എടുക്കുക. ത്രെഡിൽ ഞാൻ പറഞ്ഞ പോലെ 6 strands ആണുള്ളത്. ഞാനത് 6 strands ആയിട്ട് എടുക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ താഴെ നിന്ന് മുകളിലേക്ക് ത്രെഡ് വലിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് വലിച്ചു കൊടുക്കുക. സ്റ്റാർട്ടിങ് തന്നെ റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ ചെയ്യുക. ആദ്യത്തെ സ്റ്റിച്ച് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. രണ്ടാമത്തെ സ്റ്റിച്ച് തൊട്ട് തൊട്ടപ്പുറത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് താഴെ നിന്ന് മുകളിലേക്ക് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് ആദ്യത്തെ സ്റ്റിച്ച് അവസാനിപ്പിച്ചോടത്തുനിന്ന് താഴത്തേക്ക് ആദ്യത്തെ സ്റ്റിച്ച് എത്രയാണോ അത്രയ്ക്ക് തന്നെ ഗ്യാപ്പ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ എല്ലാ സ്റ്റിച്ചും ഒരേ ലെങ്ത്തിൽ തന്നെ ആവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ ആ സ്റ്റിച്ച് കാണാനായിട്ട് കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഗ്യാപ്പ് ഒന്നും വരാതെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവുക. അതാണ് ബാക്ക് സ്റ്റിച്ച്. ഈ ഒരു സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിച്ച് നല്ല മുറുക്കുള്ള സ്റ്റിച്ചായിരിക്കും. അങ്ങനെ പെട്ടെന്നൊന്നും അഴിഞ്ഞു പോവാത്ത ഒരു മുറുക്കുള്ള സ്റ്റിച്ചായിരിക്കും ഈ ബാക്ക് സ്റ്റിച്ച്. അതുകൊണ്ട് തന്നെ തയ്യൽ മെഷീനിലൊക്കെ ഈ സ്റ്റിച്ചാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിട്ടുള്ള സ്റ്റിച്ചാണ് കേട്ടോ ഇത്. ആദ്യത്തെ ഒരു സ്റ്റിച്ച് മാത്രം റണ്ണിങ് സ്റ്റിച്ച് പോലെ തുടങ്ങുക. ബാക്കി വരുന്ന എല്ലാ സ്റ്റിച്ചും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാണ് കേട്ടോ ചെയ്യേണ്ടത്. ലാസ്റ്റ് ആകുമ്പോൾ താഴത്തേക്ക് കുത്തിറക്കിയിട്ട് കെട്ടിടുക. ഇത്രയുള്ളൂ കേട്ടോ ബാക്ക് സ്റ്റിച്ച്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ഒരു ഡിസൈനിലേക്ക് ചെയ്യാം. ഇതൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അത് ഞാൻ വെറുതെ കൈകൊണ്ട് വരച്ചു കൊടുത്ത് ചെയ്ത് പഠിക്കുമ്പോൾ നല്ലൊരു ഡിസൈനിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് കുത്തുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കുക റണ്ണിങ് സ്റ്റിച്ച് പോലെ. ബാക്കി വരുന്ന എല്ലാ സ്റ്റിച്ചും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഗ്യാപ്പില്ലാതെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് സ്റ്റിച്ച് ഇറക്കുമ്പോൾ തൊട്ട് മുകളിലുള്ള സ്റ്റിച്ച് എവിടെയാണോ അവസാനിപ്പിച്ചത് അതിൽ കൂടെ തന്നെ ഇറക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ഗ്യാപ്പ് വരാതിരിക്കുള്ളൂ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ചെറിയ ചെറിയ സ്റ്റിച്ചുകളായിരിക്കും കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവുക. ലാസ്റ്റ് എത്തുമ്പോൾ താഴത്തേക്ക് കുത്തി ഇറക്കിയിട്ട് താഴേക്ക് ഇട്ടിട്ട് കൊടുക്കുക. അപ്പം ഇതാണ് കേട്ടോ ബാക്ക് സ്റ്റിച്ച്. കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു രീതിയും കൂടിയും പറയാൻ വെച്ചാൽ ഓരോരോ ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് പോകുമ്പോഴും നീഡിലൂടെ ഓരോ മുത്ത് വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ബീഡ്സ് വർക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴത്തേക്ക് കുത്തി ഇറക്കിയിട്ട് താഴെ ഒരു കെട്ടിട്ട് കൊടുക്കുക. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. അപ്പം നമ്മുടെ ബീഡ്സ് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ്. എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ. അപ്പം അടുത്ത ക്ലാസ്സിൽ വേറൊരു സ്റ്റിച്ചായിട്ട് കാണാം കേട്ടോ.